ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. കനക നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ നവ്യമോളെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ എന്ന്. അതിന് ചേച്ചി അറിഞ്ഞില്ലല്ലോ അമ്മേ നയനേച്ചി ഇങ്ങനെ കരൾ കൊടുക്കുന്ന കാര്യമൊന്നും. അത് ശരിയാ, മോൾ അറിയാതിരിക്കട്ടെ. മോക്കിപ്പം ഭർത്താവ് സ്നേഹമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ പുറത്ത് ഇവർ പുറത്തൊക്കെ കറങ്ങാൻ പോയിരിക്കുകയായിരിക്കുമല്ലേ എന്നൊക്കെ പറയും. അപ്പം നന്ദുവിന് എന്തോ ഒരു സംശയമൊക്കെ ഉണ്ട്, അവർ തമ്മിൽ അത്ര സ്നേഹമൊന്നും ഇല്ലയെന്ന്. പക്ഷെ നന്ദു മറുപടിയൊന്നും പറയുന്നില്ല. നയനമോൾ വീട്ടിൽ വന്നു കഴിയുമ്പം നവ്യമോള് അഭിയായിട്ട് വന്ന് കണ്ടാൽ മതിയല്ലേ എന്ന് നന്ദുവിനോട് കനക പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശ് അനന്തപുരിയിലേക്ക് കയറി ചെല്ലുന്നതാണ്. അപ്പം മുത്തശ്ശൻ അവിടെ ഇരിപ്പുണ്ട്. മുത്തശ്ശൻ ചോദിക്കും, മോനെ ദേവയാനിക്ക് കരൾ കൊടുക്കാൻ വന്ന പെൺകുട്ടിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എന്ന്. കഴിഞ്ഞു മുത്തശ്ശ, കുഴപ്പമൊന്നുമില്ല, ഞാൻ കയറി കണ്ടായിരുന്നു, മയക്കത്തിലായിരുന്നു എന്ന് പറയും. എനിക്ക് ആ കുട്ടിയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, എന്തായാലും ഇത്രയും വലിയ മനസ്സുള്ള കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നയനമോൾ എന്ത് ചെയ്യും, നയനമോളുടെ മനസ്സുകൊണ്ടല്ലേ ബ്ലഡ് കൊടുക്കാനൊക്കെ സാധിച്ചേ എന്നൊക്കെ മുത്തശ്ശി അപ്പം അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്. നയന അവിടെ ഉണ്ടെന്നും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകുമെന്നും ആദർശ് പറയും. അതെന്താ മോള് അങ്ങോട്ട് പോകുന്നെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പച്ചിയും ചെറിയമ്മയൊക്കെ ഓരോ കുത്തുവാക്കൊക്കെ പറഞ്ഞ് അവളെ വേദനിപ്പിക്കില്ലേ, അതുകൊണ്ട് 2-3 ദിവസം അവളുടെ വീട്ടിൽ പോയി നിന്നോളാൻ ഞാനാ പറഞ്ഞെന്ന് പറയും. അത് ശരിയാ, മോള് കുറച്ച് ദിവസം മോളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് നല്ലതാണെന്ന് മുത്തശ്ശനും പറയും. ഇനി എനിക്ക് എന്തായാലും അമ്പലത്തിലൊന്ന് പോവുകയും ഒരു ശയനപ്രദക്ഷിണം നടത്തുകയും ചെയ്യണമെന്ന് ആദർശ് പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛനാണ് ചെയ്തത്, ഈ പ്രാവശ്യം ഞാൻ അമ്മയ്ക്കും നയനയ്ക്കും വേണ്ടി ശയനപ്രദക്ഷിണം നടത്തുമെന്ന് പറയും. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതിന് നയനയ്ക്ക് എന്താ പറ്റിയെന്ന്. നയനയ്ക്കൊന്നും പറ്റിയില്ല, എന്നാലും അമ്മ നയനെ വെറുക്കുന്ന കാരണം ആ വെറുപ്പ് മാറാൻ വേണ്ടി ഞാൻ ശയനപ്രദക്ഷിണം നടത്തുന്നെന്ന് പറയും. അതെന്തായാലും നന്നായി, ഓപ്പറേഷൻ കഴിയുമ്പോഴെങ്കിലും നീ നിൻ്റെ അമ്മയോട് പറയണം സ്വഭാവമൊക്കെ ഒന്ന് നന്നാക്കാമെന്ന്. അത് നമ്മൾ പറഞ്ഞാലൊന്നും ശരിയാകില്ല മുത്തശ്ശ, അത് ദൈവം തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ആദർശ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ദേവയാനി ഇത്രയും കിട്ടിയിട്ടും അനുഭവിച്ചിട്ടും പഠിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഇനിയും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരുമെന്ന് മുത്തശ്ശൻ പറയും. പിന്നീട് കാണിക്കുന്നത് രേവതിയെയും വേണുവിനെയും അനാമികയുമാണ്. അപ്പം വേണു പറയുന്നുണ്ട്, ആന്തരിക അവയവങ്ങളൊക്കെ കത്തിപ്പോകുന്ന സൈസിലുള്ള മരുന്ന് അകത്തേക്ക് ചെന്നിരിക്കുന്നത്. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കാരണമാണ് രക്ഷപ്പെട്ടത്, അല്ല ഇപ്പോൾ ആൾ തട്ടിപ്പോയേനേന്ന്. അച്ഛനല്ലേ പറഞ്ഞത് ആൾ തട്ടിപ്പോവൊന്നുമില്ല, വയ്യാതെ കിടക്കത്തേ ഉള്ളെന്ന് പറഞ്ഞത്. അത് പിന്നെ ദേവയാനിക്ക് 40-45 വയസ്സില്ലേ, മറ്റവളായിരുന്നെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പോവുകയും പിന്നെ അവളുടെ ഇതുപോലെ വൃക്കയോ കരളോ വല്ലോ അടിച്ചു പോവുകയോ ചെയ്യത്തുള്ളായിരുന്നു. ഇനിയിപ്പം ദേവയാനിയുടെ കരൾ മാറ്റി വെച്ചാൽ പോലും ആൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, തട്ടിപ്പോകാൻ തന്നെയാണ് സാധ്യത എന്ന് പറയും. അന്നേരത്തേന് രേവതി പറയുന്നുണ്ടോ, അങ്ങനെയൊന്നും പറയരുത്, നമ്മളുടെ മോക്ക് ആകെയുള്ള ബലം ആ ദേവയാനി ആ വീട്ടിലുള്ളതാ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കാതിരിക്കണേന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്ന് രേവതി പറയുന്നുണ്ട്. എന്തായാലും വന്നത് വന്നു, നീ ഇങ്ങനെ ഇവിടെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലണമെന്ന് വേണു അനാമികയോട് പറയും. അനി വന്ന് വിളിക്കാതെ ഞാൻ ആ വീട്ടിലേക്ക് വലിഞ്ഞു കയറി ചെല്ലത്തില്ലെന്ന് അനാമിക പറയും. അവൻ ഇപ്പം വിളിച്ചില്ലെങ്കിലും ദേവയാനി വന്നു കഴിയുമ്പോൾ മോളെ കാണണമെന്ന് പറയും. അന്നേരം അവൻ ഇങ്ങ് വന്നോളും വാലും ചുരുട്ടി. അന്നേരം ഞങ്ങൾ ചിലപ്പം ഇച്ചിരി തടസ്സങ്ങളൊക്കെ പറയും, എന്നാലും പിന്നീട് നിർബന്ധിക്കുമ്പോൾ നീ അങ്ങ് പൊക്കോണമെന്ന് പറയും. നീ അവിടെ നിന്നാൽ മാത്രമേ നമ്മളുടെ പ്ലാൻ എല്ലാം നടക്കത്തുള്ളൂ, ഇവിടെ ഇങ്ങനെ നിന്നാൽ നമ്മളുടെ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ കരൾ കൊടുത്ത പെൺകുട്ടിക്ക് ഒന്നും വേണ്ടെന്നൊക്കെയാണ് പറഞ്ഞെന്ന് അവർ പറയുന്നു. പക്ഷേ കോടികൾ കൊടുത്ത് കാണും, 10,000 കോടിക്കണക്കിന് സ്വത്തുള്ള അവർക്ക് 1 കോടിയോ 10 കോടിയോ ഒക്കെ പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു 50 ലക്ഷം കിട്ടിയാൽ പോലും ഇപ്പം ലോട്ടറിയാണ്. അത് കാരണം നീ എങ്ങനെയും അവിടെ പിടിച്ച് നിന്നേ പറ്റത്തുള്ളൂ. അനിയെ ഇങ്ങനെ വെറുപ്പിക്കാതെ നീ അവനുമായിട്ട് ഒന്നിക്കണം. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിലെ എല്ലാവരെയും പോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിനും ആ കുടുംബത്തിലെ സ്വത്തിന് അവകാശം കാണും. പക്ഷേ അവൻ്റെ മനസ്സിൽ ആ നന്ദുവല്ലേ, പിന്നെ എങ്ങനെ ഞാൻ അവൻ്റെ പുറകെ നടന്ന് എന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നത്? അങ്ങനെയൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, അങ്ങനെയുള്ള അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് അനാമിക എഴുന്നേറ്റ് അങ്ങ് പോകും. അപ്പോൾ രേവതിയോട് വേണു പറയുന്നുണ്ട്, നീ അവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, അവർക്കൊരു കുഞ്ഞുണ്ടായാൽ മാത്രമേ നമ്മളുടെ പ്ലാൻ എല്ലാം നടക്കത്തുള്ളൂ. എങ്ങനെയാലും ഒരു 4 വർഷമെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണമെന്ന് നീ നിൻ്റെ മോളോട് പറയണമെന്ന് വേണു പറയും. ഐസിയുലായിരുന്ന നയനെ കയറി കനകയും നന്ദുവും കാണും. അപ്പം നന്ദുവിനെ കാണുമ്പോഴേ നയന ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ കനകയും നന്ദുവും ഭയങ്കര കരച്ചിലാണ്. അപ്പം നയന പറയുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ കരയുന്ന, നീ ഇച്ചിരി കൂടെ ധൈര്യമുള്ള പെൺകുട്ടിയല്ലായിരുന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ചെയ്ത് വലിയൊരു കാര്യമല്ലേ മോളെ എന്നൊക്കെ നയന നന്ദുവിനോട് പറയും. അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്ന് നയന കനകയോട് ചോദിക്കുന്നുണ്ട്. ഇല്ല മോളെ, അച്ഛനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല
എന്ന് പറയും. എന്നാൽ പറയണ്ട, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനെ കണ്ടോളാമെന്ന് പറയും. അതിനിടയിൽ അച്ഛൻ ഇങ്ങോട്ടെങ്ങാനും വിളിച്ചാൽ ഞാൻ മുറിയിലാണെന്നോ അല്ലെ എന്തെങ്കിലും കാര്യത്തിന് പോയിരിക്കുകയാണെന്നോ പറഞ്ഞാൽ മതി. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ ആ സമയത്ത് വീട്ടിലാണെന്നും പറഞ്ഞാൽ മതി എന്ന് പറയും. എന്തായാലും അച്ഛൻ വീട്ടിലേക്കൊന്നും പോകത്തില്ലല്ലോ എന്ന് നയന പറയുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി ഞാൻ നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ വിശ്രമിച്ചിട്ട് എല്ലാം ഇന്ന് ശരിയായിട്ട് അനന്തപുരിയിലേക്ക് പോകുന്നുള്ളെന്ന് നയന പറയും. ശരി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവും കനകയും അവിടുന്ന് ഇറങ്ങും. അവരവിടുന്ന് ഇറങ്ങിയിട്ട് വന്ന് ദേവയാനിയുടെ മുറിയിലേക്കാണ് കയറുന്നത്. ദേവയാനിക്ക് ഇവരെ കാണുന്നതേ അങ്ങ് ദേഷ്യം വരും. നീയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിങ്ങളെ കാണുന്നതേ ഇഷ്ടമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രഷർ കൂട്ടാൻ വേണ്ടിയല്ലേ നീയൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നതൊക്കെ കനകയോടും നന്ദുവിനോടും ദേവയാനി ദേഷ്യപ്പെടുന്നുണ്ട്. അനന്തപുരിയിലാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ നിൻ്റെ 2 പെൺമക്കൾ വന്ന് കയറിയതിൽ പിന്നെയാണ് ആ വീട്ടിലൊരു സമാധാനം ഇല്ലാതായത്. അതിൻ്റെ കൂട്ടത്തിൽ 3ാമതൊരുത്തിയും കൂടെ അങ്ങോട്ട് കയറ്റാനായിട്ട് നീയും നിൻ്റെ പെൺമക്കളൂടെ നോക്കിയതല്ലായിരുന്നു. അതെന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. അനാമിക മോളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കത്തേയില്ല. എൻ്റെ മരുമകളായിട്ട് ഞാൻ കരുതുന്നത് അനാമിക മോളെയാണ്. അതുകൊണ്ട് നീയും നിൻ്റെ കുടുംബത്തിലുള്ള ആരും എൻ്റെ മുമ്പിൽ വന്നു പോയേക്കരുത്. എനിക്ക് നിങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ല, പൊക്കോളാൻ പറയും. അന്നേരം കനക പറയുന്നുണ്ട്, അനന്തപുരി തറവാട്ടിൽ പലരും വിശ്വാസവഞ്ചകരാണ്. അതൊന്നും തിരിച്ചറിയാൻ ഇതുവരെ ചേച്ചിക്ക് കഴിഞ്ഞിട്ടില്ല. അത് കാലം തെളിയിച്ചോളും എന്ന് പറയും. ഓപ്പറേഷന് മുമ്പ് ആദർശമോൻ്റെ അമ്മയൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. വാ മോളെ എന്ന് പറഞ്ഞ് നന്ദുവിനെയും വിളിച്ചുകൊണ്ട് കനക അങ്ങ് പോകും. ദേവയാനി ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് നന്ദുവിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ICU അല്ലേ, ഓപ്പറേഷൻ അല്ലേ എന്നൊക്കെ ഓർത്തായിരിക്കും നന്ദു മിണ്ടുന്നേ ഇല്ല. അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേന് ആദർശ് അങ്ങോട്ട് വരും. അപ്പോൾ ആദർശിനോട് നന്ദു പറയുന്നുണ്ട്, നയനേച്ചിക്ക് ബോധം വന്നു, ആദർശേട്ടനെ അന്വേഷിച്ചായിരുന്നു, ഞങ്ങൾ കയറി കണ്ടു എന്നൊക്കെ പറയും. അപ്പോൾ കനക പറയും, ഞങ്ങൾ മോൻ്റെ അമ്മയും കയറി കണ്ടായിരുന്നു. മോൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും എൻ്റെ മോളോടും ഞങ്ങളോടും ഭയങ്കര ദേഷ്യമാണല്ലോ എന്ന് പറയും. അമ്മ ഒരിക്കലും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. ആ സത്യങ്ങൾ അറിയാത്തടത്തോളം കാലം അമ്മയുടെ മനോഭാവം ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും സങ്കടമൊന്നും തോന്നരുതെന്ന് പറയും. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുമോ മോനെ എന്ന് കനക സങ്കടപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം വരുമമ്മേ, അതിനുവേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഭഗവാൻ അതിനു വേണ്ടിയുള്ള ഒരു വഴി കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ആദർശ് നയനെ കാണാനായിട്ട് കയറുന്നു. ആദർശ് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേന് നയന മയക്കത്തിലാണ്. അപ്പോൾ ആദർശ് അടുത്ത് ചെന്നിട്ട് നയനയുടെ കൈ എടുത്ത് തഴുകും. അന്നേരം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന നയന ആദർശിനെ നോക്കി ചിരിച്ചിട്ട് പറയും, കണ്ടോ ആദർശേട്ടാ, എനിക്ക് ഒരു കുഴപ്പമില്ല, എന്താണ് സംഭവിച്ചെന്ന് പോലും ഞാൻ അറിഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് പറയും. അതിന് നിന്നെ മയക്കി കിടത്തിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തേ, പിന്നെ എങ്ങനെയാണ് നീ അറിയാനെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇനി മുതൽ നിൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്തല്ല, ഒരു ദാസൻ്റെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത്. നിൻ്റെ ദാസനായിട്ട് എനിക്ക് ജീവിച്ചാൽ മതിയെന്ന് നയനയോട് ആദർശ് പറയുന്നുണ്ട്. അപ്പം നയന പറയും, അത് വേണ്ട ആദർശേട്ടാ, ആദർശേട്ടൻ എപ്പോഴും ഭർത്താവിൻ്റെ സ്ഥാനത്തും ഞാൻ ഭാര്യയുടെ സ്ഥാനത്തും ഇരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് നയന പറയുന്നുണ്ട്. നീ ഇനി എന്തായാലും ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുകയൊന്നും വേണ്ട, ഒരുപാട് പേരെ ഇങ്ങോട്ട് കടത്തിവിടാനൊന്നും പറ്റത്തില്ലല്ലോ, ചിലപ്പോൾ ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ ഞാൻ പുറത്തിരിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ആദർശ് പുറത്തേക്ക് പോകും. അപ്പം നയന ആദർശിനെ നോക്കി കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.